ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും DM-ൽ വരുന്നതാണ് എങ്ങനെയാണ് സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെല്ലോഫാൻ ഷീറ്റ് നേരെ പകുതിയാക്കി മടക്കിയെടുത്തതിന് ശേഷം ഒരു കത്രികയോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ വെച്ചിട്ട് നമുക്കിതിനെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വീണ്ടും പകുതിയാക്കി മടക്കുക. നമ്മളിവിടെ കാണിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ മാക്സിമം സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ സെല്ലോഫാൻ ഷീറ്റിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ടർ വെച്ചിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ നേർപകുതിയായിട്ട് മടക്കുക. എന്നിട്ട് അതും കട്ട് ചെയ്ത് വെക്കുക. ഈ സെല്ലോഫാൻ ഷീറ്റിനെ വീണ്ടും നേർപകുതിയായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് 16 സെല്ലോഫാൻ ഷീറ്റ് വരെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഹാൻഡ് കോണും നെയിൽ കോണും നമ്മൾ സെപ്പറേറ്റ് മെഷർമെൻറ്റിലാണോ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരിക്കലുമല്ല, നമ്മൾ സെയിം സെല്ലോഫാൻ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് കോണും നെയിൽ കോണും റോൾ ചെയ്തെടുക്കുന്നത്. ഹാൻഡ് കോണും നെയിൽ കോണും സെയിം മെത്തേഡിൽ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. സെയിം ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഹാൻഡ് കോണും നെയിൽ കോണും റോൾ ചെയ്തെടുക്കുക എന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഹാൻഡ് കോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. സെയിം മെത്തേഡിൽ നമുക്ക് നെയിൽ കോണും റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി സെയിം ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നെയിൽ കോൺ റോൾ ചെയ്യാൻ നോക്കാം. ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടും ഫോളോ ചെയ്യുക.